എന്താണ് വേണുവിന്റെ തീരുമാനം എന്ന് നമുക്കറിയാം. ഏതാനും നിമിഷങ്ങൾക്കകം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. Thumbs up is the sign. വേണു സ്വാഗതം. വേണു യജ്ഞത്തിലേക്ക് കടക്കാൻ തന്നെ വേണു തീരുമാനിച്ചു. ധീരവും സാഹസികവുമായ തീരുമാനം. ഇക്കുറി വേണു പരാജയപ്പെട്ടാൽ 10,000 രൂപ നഷ്ടമാകും. 2,500 രൂപയിലേക്ക് അത് ചുരുങ്ങും. പക്ഷേ മുന്നോട്ട് പോവുക, ഹോട്ട് സീറ്റിലിരിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം, അല്ലേ? അതെ. വേണുവിന് ആ ബൗളിൽ നിന്ന് ഒരു വിഷയമെടുക്കും. ഇക്കുറി എന്നോട് പറയണ്ട എന്താണെന്ന്, അത് പറയാൻ പാടില്ല. കാരണം വേണുവിന് ലഭിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് വേണു വിചാരിക്കുക. വേണു വിചാരിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുകയും വേണുവിനെ സഹായിക്കാൻ നിമ്മി തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ ഇന്ദ്രജാലം, യജ്ഞം. വേണു, ഓൾ ദി ബെസ്റ്റ്. വേണു വിചാരിച്ച വ്യക്തിയുടെ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുന്നു. വേണുവിന് ഈ റൗണ്ടിൽ 6 തവണ വരെ ലൈഫ് ലൈനുകൾ നൽകാൻ കമ്പ്യൂട്ടർ തയ്യാറാണ്. തയ്യാറാണ്. പ്ലീസ് ഇരിക്കുക. അങ്ങനെ ഹോട്ട് സീറ്റിൽ എത്തി വേണു. കോതമംഗലത്തെ സുഹൃത്തുക്കളെല്ലാം ഒന്ന് വിഷ് ചെയ്തേ ഉള്ളൂ, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്ത് മാതിരപ്പള്ളിയിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ശരി, തുടങ്ങാം. സാർ, ഞാൻ സാധാരണ നമ്മുടെ മേഖലയിൽ വല്ലപ്പോഴും ഒരു കവിത പാടാറുണ്ട്, അല്ലെങ്കിൽ അക്ഷരശ്ലോകം പാടാറുണ്ട്. സോ വേണു ഒരു കവിത ചൊല്ലു, കേൾക്കട്ടെ. ONVയുടെ ഒരു കിളിത്തൂവൽ എന്ന കവിത. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു, കാറ്റിന്നലകളിലാലോലമാടിയ കാണാക്കിളീതൻ കിളിന്നു തൂവൽ താണു താണങ്ങനെ പാറി വീണു, മെല്ലെ ഞാനത് എടുത്തു തലോടി നിന്നു. പൂപോൽ പൂവിളം പട്ടുപോലുള്ളൊര തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു. ഏതു കിളീതൻ ചിറകൊളിയിൽ നിന്നുമേതുമീ തുള്ളി ഇങ്ങിറ്റു വീണു. ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്നു ചേക്കേറുവാൻ ആ പക്ഷി പോയിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. കവിതകൾ വായിക്കാറുണ്ടല്ലേ? നമ്മുടെ കുതിര എന്തു പറയുന്നു? മുന്നോട്ട് കുതിക്കാൻ തയ്യാറായ കുതിരയുടെ അനുവാദത്തോടെ നമുക്ക് ആരംഭിക്കാം മത്സരം. ആരംഭിക്കാം സാർ. വേണു വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ. അതെ. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു? ഇല്ല. ഇല്ല. 50 വയസ്സ് കഴിയാത്ത പുരുഷൻ. സ്പോർട്സ് ആണോ മേഖല? സ്പോർട്സ് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറയാം. യെസ് ഓർ നോ? ഓർ ഇല്ല. സ്പോർട്സ് ആണ്. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? അല്ല. അത്ലറ്റിക്സോ നീന്തലോ ചെസ്സോ ആണോ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അല്ല. ഏഷ്യൻ? ലൈഫ് ലൈൻ. അദ്ദേഹം ഏഷ്യൻ ആണോ? അല്ല. ദാറ്റ് ഈസ് എ ലൈഫ് ലൈൻ. കുഴപ്പമില്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി, സ്വീഡൻ, സ്പെയിൻ, ഇതിലൊന്നാണോ അദ്ദേഹത്തിന്റെ രാജ്യം? അതെ. അപ്പൊ അദ്ദേഹം യൂറോപ്യൻ ആണ്, റഷ്യൻ, ഏഷ്യൻ അല്ല. പിന്നെ എന്തിനാ സംശയം വന്നത്? ശരി,
ഏതെങ്കിലും രീതിയിലുള്ള ഒരു റേസിംഗ് ആണോ അത്? അതെ. ആണ്. ഫോർമുല 1? എന്തോ? ഫോർമുല 1 റേസിംഗ് അതെ ആണ്. അതെ. നിലവിൽ അദ്ദേഹം ടോപ്പ് 5-ലുണ്ടോ? ആദ്യത്തെ 5 റാങ്കുകാരുടെ പട്ടികയിൽ അദ്ദേഹമുണ്ട്. ലൈഫ് ലൈൻ ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. ഒരു ലൈഫിനുണ്ട്. ലൈഫ് രാജ്യം ബ്രിട്ടൻ ആണോ എന്നാണ് ചോദ്യം. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് അല്ല. 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 അദ്ദേഹത്തിന്റെ പേരിന്റെ ഏതെങ്കിലും ഭാഗം എസ്, എച്ച്, ആർ എന്നീ അക്ഷരങ്ങളിൽ ഒന്നിൽ ആരംഭിക്കുന്നു? ഉണ്ട്. ഉണ്ട്. എസ്സിൽ ആരംഭിക്കുന്നു? ഉണ്ട്. 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 പക്ഷെ അത് ആദ്യ ഭാഗമല്ല. സെബാസ്റ്റ്യൻ വീറ്റലിന്റെ കാര്യം പറയുന്നത് പോലെ ആദ്യ ഭാഗമല്ല. അല്ല. വെരി ഗുഡ്. ഇഷ്ടമാണോ ഈ കാർ റേസിംഗ്? അതെ, എല്ലാ സ്പോർട്സും ഇഷ്ടമാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയേക്കാൾ പ്രശസ്തനായ ബന്ധു അദ്ദേഹത്തിനുണ്ടോ? ലൈഫ് ലൈൻ അദ്ദേഹത്തിനേക്കാളില്ല. കാരണം റാൽഫിന് പ്രശസ്തി അല്പം കുറവാ, ഇദ്ദേഹത്തിനേക്കാൾ കൂടുതലല്ല. താങ്കൾ വിചാരിച്ചത് റാൽഫിന്റെ സഹോദരനെയാണോ? ഒരു ലൈഫ് ലൈൻ കൂടി വേണം അല്ലേ വേണുവിന്? റാൽഫിന്റെ സഹോദരനെയാണോ വേണു വിചാരിച്ചത് എന്നാണ് എന്റെ ചോദ്യം. ആണ്. വേണു വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ രാജ്യം ബ്രിട്ടനാണോ എന്ന കാര്യത്തിൽ വേണുവിന് സംശയമുണ്ടായിരുന്നു. അത് ബ്രിട്ടനല്ല, അദ്ദേഹം ഒരു ജർമ്മനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് റാൽഫ് എന്നാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ അതേ കളിയിൽ, അതേ സ്പോർട്സ് ഇനത്തിൽ പ്രശസ്തനാണ് റാൽഫും. റാൽഫിന്റെ സഹോദരനായ വിശ്വപ്രസിദ്ധനായ മൈക്കൽ ഷൂമേക്കറിനെയാണ് വേണു മനസ്സിൽ വിചാരിച്ചത്. ശരിയല്ലേ? അതെ സർ. വേണു, ഇപ്പോൾ മൈക്കൽ ഷൂമേക്കർ ലോകത്തിലെ ആദ്യത്തെ 5 കാറോട്ടക്കാരുടെ പട്ടികയിൽ ഇല്ല കേട്ടോ. മൈക്കൽ ഷൂമാക്കർ 1969 ജനുവരി 3 ജനനം. ജർമ്മൻ റേസിംഗ് ഡ്രൈവർ. 7 തവണ ഫോർമുല 1 ലോകകപ്പ് ചാമ്പ്യൻ. 308ഓളം റേസുകളിൽ പങ്കെടുത്തു. അതിൽ 91 വിജയങ്ങൾ. 2013 ഡിസംബർ 29 തന്റെ മകനോടൊപ്പം സ്കീയിംഗ് നടത്തവേ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റു. ഇപ്പോഴും കോമയിലാണ്. വേണുവുമായി ചിലവഴിച്ചത് നല്ല സമയങ്ങളാണ്. സന്തോഷം സാർ. ഞാൻ ഒരു കാര്യം, നമ്മുടെ കുട്ടികളെല്ലാം ഞാനിങ്ങ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അച്ചായിങ്ങനെ അവർ സാറിനോട് പറയണം, അഭിവാദ്യർപ്പിച്ച് സ്നേഹപൂർവ്വം അവർ നന്നായി പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകണമെന്ന്. കേരളത്തിലെ മുഴുവൻ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് അറിവ് കൂടുതലുണ്ടാകട്ടെ എന്നൊരു ആശംസ കൊടുക്കണമെന്ന് മാത്രം വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാളെയുടെ പൗരന്മാരായി വളർന്നു വരേണ്ട ഓരോ വിദ്യാർത്ഥിക്കും അറിവുണ്ടാകട്ടെ. അത് പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അറിവല്ല, നാട്ടറിവും വാക്കറിവും ചേർന്ന ഉജ്ജ്വലമായ വിജ്ഞാനത്തിന്റെ ആകാശങ്ങൾ അവരെ തേടിയെത്തട്ടെ. മികച്ച മനുഷ്യരാകാൻ പോകുന്ന അറിവ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്, ഒപ്പം ഞങ്ങളുടെ സ്നേഹനിർഭരമായ ഈ അശുഭഹാരം. വേണു മനസ്സിൽ വിചാരിച്ചത് മൈക്കൽ ഷൂമേക്കറിനെയാണ്. ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥി മനസ്സിൽ വിചാരിക്കുന്നത് ആരെയായിരിക്കും? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ റഷ്യൻ പ്രസിഡന്റായ ബുൾഗാനിനെയാണോ, അതോ ലെയ്ക്ക എന്ന നായയുടെ ഉടമയായ ഒരു പാവം സ്ത്രീയെയാണോ? എനിക്കറിയില്ല. കാത്തിരിക്കാം.